ഹലോ ഗായ്സ്, ഇന്നലമാരുടെ മൂട്ടിൽ 2 വർഷമായിട്ട് എന്റെ യൂണിഫോം ഷർട്ട് വിട്ട് ഞാൻ പോവാ. എങ്ങോട്ട് പോവാ? ഞാൻ ഈ ഏലിയും കുഞ്ഞും കൂടെ ഇന്ന് സപ്ലിക്ക് പോവാ. എനിക്ക് അഹങ്കാരത്തിന്റെ സപ്ലി, അവന് +2 എന്താണോ കാണണമെന്ന് ആഗ്രഹിച്ചു അത് തന്നെ കാണാൻ പറ്റും. 2K കിട്ടിന്റെ ഒരു കൂട്ടം. അപ്പാ എന്നടാ ഇതല്ല, ഞാൻ പഠിച്ചപ്പോ കുറെ അണ്ണാന്നൊക്കെ ഓലൊക്കെ ആയിരുന്നു ഗൈസ്. എവിടെ പോവാ? 2 ഒരുമിച്ച് എന്നാലും ഷെയർ അടിയാണ് നടക്കുക. ഇന്ന് ഷെയർ അടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഏലിയും കുഞ്ഞെ കൊണ്ട് തൊട്ടു താഴെ നിങ്ങൾ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? മലയാളത്തോടെ എന്റെ ഫോളോവറെ കണ്ട അവരുടെ നെഞ്ചിൽ 1x ഉള്ളൂ, 2x ആരോ കൊണ്ടു. ഇവിടെ പിന്നെ യൂണിഫോം ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറിയ ഒരു സമാധാനം. കയറിയപ്പോ തന്നെ എല്ലാവരും നോക്കിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കാര്യം മനസ്സിലായി എന്താ സംഭവം. ഈ മാവസിന്റെ പടമുള്ള ചരമകളുള്ള ഈ വള്ളിയുള്ള സാധനം ഇല്ലാത്തതിന്റെ പേരില്ല ഞാൻ ഇപ്പൊ സപ്ലൈ എടുത്ത. അങ്ങനെ ഈ തമ്മാര് ഒരു പടക്കത്തിനെ കൊണ്ട് സ്കൂളിലാക്കി നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അതേ എനിക്ക് എക്സാം ചെയ്താലുള്ള കോളേജിൽ ഞാൻ വന്നേ. ഈ 4 നമ്പറുള്ള കോഴിക്കുട്ടി ഇരുന്ന ഞാൻ എക്സാം ആ കൂട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സിറാത്തിന്റെ പാലത്തിൽ നിന്ന് ഇറങ്ങിയ പോലെയാണ്. സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്ന ഇനി അല്ല. നമ്മളവിടെ സിറാത്തിൽ പോയി ഒന്നും കൂടെ ഉണ്ട്. അതെന്തായാലും ഭരണം നടക്കാൻ കണ്ടില്ല കാഴ്ച. ഇത് മറ്റേത് തന്നെ പരീക്ഷ പ്രതീക്ഷിക്കാം. എന്തായാലും എഴുതാനുള്ളൊക്കെ ഏത് ഗായ്സ് നമ്മൾ ജയിച്ചെന്ന് പറയാം. ജയിക്കുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഇല്ലേ? പക്ഷേ ബാക്കിയെല്ലാം പഠിച്ചിട്ടുണ്ട്. ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം നമ്മളെ ജൂനിയേഴ്സ് ഉണ്ടല്ലോ, നമ്മളെ മാസ് കാണിച്ച് സീനിയേഴ്സ് ആയിട്ട് കാണിച്ച് അവന്മാരെ മുമ്പ് ഇപ്പൊ നമ്മള് ജൂനിയർ ആയിട്ട് എക്സാം എഴുതുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതുകൊണ്ട് സപ്ലി ഒന്നും അടിക്കാതെ മര്യാദ ജൂനിയേഴ്സിന് മുമ്പ് കൂടെ പുഴുത്ത് ക്ലാസ് ചെയ്യുന്ന എക്സാം എഴുതുന്ന അവസ്ഥ എനിക്ക് വന്ന നിൽക്കാർക്ക് വരായിരിക്കും. +2 തൊട്ട് ഏലിയും കുഞ്ഞിന്റെ കടയാണ് കഴിച്ചത്. എന്നിട്ട് +2 വെച്ച് എനിക്കൊരു ഗുണമായി. എന്താ പറ്റേ നമ്മളെ ഗൃഹത്തിലോട്ട് ആകാതെ കാണാൻ പോവാണ്. ബൈ ബൈ.